നേരത്തെ പൾസർ സുനിയുടെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇത് പ്രതികൾക്ക് ആ ശിക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ കോടതിയിൽ പറയും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എത്രത്തോളം ആ വാദം നീണ്ടുപോകും എന്ന കാര്യം അറിയില്ല. നിതിൻ അംബുജൻ വിവരങ്ങൾ വായിച്ചു. നിതിൻ, ഈ ആലുവയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം പ്രതികളുമായുള്ള വാഹനം അങ്ങോട്ടേക്ക് എത്തുകയാണല്ലേ? ആഷ്മി, തീർച്ചയായും ഇപ്പോൾ വാഹനം ആലുവ പിന്നിട്ടു. അല്പസമയത്തിന് തന്നെ വാഹനം കണ്ടെയ്നർ റോഡ് വഴി അത് കോടതിയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് നൽകാൻ പറ്റുന്ന വിവരം. എന്തായാലും ഇപ്പോൾ വാഹനമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതിൽ പ്രതികളുണ്ട്, 6 പ്രതികൾ ഇതിലുണ്ട്. ഏതാണ്ട് 11 മണിക്ക് മുമ്പ് തന്നെ കോടതിയിൽ എത്തിക്കാനുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെ കണ്ടിരുന്നു. പ്രതികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വാഹനത്തിലുള്ള ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അതിന്റെ ഏതാണ്ട് പൾസർ സുനി അടക്കം ആ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. 8:10 വിയ്യൂരിൽ നിന്ന് ഈ വാഹനം പുറപ്പെട്ടത്. ഇപ്പോൾ ദേശീയപാതയിലൂടെ കടന്നു പോവുകയാണ്. ആലുവ പിന്നിട്ടിരിക്കുകയാണ്. എന്തായാലും വലിയ തിരക്കുകളൊന്നും തന്നെ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ പോലീസ് വാഹനം മുന്നോട്ടേക്ക് പോവുകയാണ്. പ്രതികളായ പൾസർ സുനി, അതോടൊപ്പം തന്നെ മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, VP വിജീഷ്, അതോടൊപ്പം തന്നെ സലീം, പ്രദീപ് എന്നിവരാണ് ഈ വാഹനത്തിൽ ഉള്ളത്. 11 മണിക്ക് മുമ്പ് തന്നെ കോടതിയിൽ ഹാജരാക്കും. അതിന് മുന്നോടി ഒരു പക്ഷേ മെഡിക്കൽ എടുക്കുമോ എന്നുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിൽ ഉറപ്പില്ല. എന്തായാലും ആ ഒരു സാധ്യത കൂടെ നിലനിൽക്കുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് പോലീസ് 8:10 ഇറങ്ങിയതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നമുക്ക് ഈ കോടതി നടപടി ആരംഭിച്ച് അതിനുശേഷം ഇന്ന് പ്രോസിക്യൂഷന്റെ വാദവും കൂടാതെ പ്രതിഭാഭിഭാഷന്റെ വാദമുണ്ട്. അതിനുശേഷം മാത്രമേ ശിക്ഷാവിധി എന്താണെന്ന കാര്യത്തിൽ വ്യക്തമാവുകയുള്ളൂ. ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാകും ശിക്ഷ വിധിക്കുക. അതുകൊണ്ട് തന്നെ ഈ ശിക്ഷാവിധി എന്താണെന്ന് ഉള്ളൊരു ആകാംക്ഷയിലാണ് കേരളം ഉള്ളത്. നമുക്കറിയാം, മനസാക്ഷി ഞെട്ടിച്ച സംഭവമാണ് നടന്നത്. അതിനുശേഷം പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. അതോടൊപ്പം തന്നെ ഇതിൽ മറ്റു പ്രതികളെ വെറുതെ വിടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ എന്ത് കാരണം കൊണ്ടാണ് വെറുതെ വിട്ട് തുടങ്ങിയ ഒരു ശിക്ഷാവിധിയൊക്കെ ലഭിച്ചാൽ മാത്രമേ, ഉത്തരവ് ലഭിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. പക്ഷേ ഇന്ന് ഈ പ്രതികൾക്ക് പരമാവധി ജീവപര്യന്തം ശിക്ഷ ലഭിക്കുമോ, അതല്ല പ്രോസിക്യൂഷന്റെ വാദം തള്ളി പ്രതിഭാഭിഭാഷകരുടെ ഇളവോടുകൂടിയാവോ ശിക്ഷ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത്. 11 മണിക്ക് തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. പ്രതികളെ വളരെ വേഗത്തിൽ തന്നെ കോടതിയിൽ എത്തിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും നടന്നു വരുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനം ഇപ്പോൾ കളമശ്ശേരി എത്താനാകുന്നു. അല്പസമയത്ത് തന്നെ കണ്ടെയ്നർ റോഡ് വഴി വാഹനം കോടതിയിലേക്ക് എത്തും. പൾസർ സുനി 7 വർഷം ജയിലിൽ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1-ാം പ്രതിയാണ് പൾസർ സുനി. 2-ാം പ്രതി അടക്കമുള്ളവർ 3 വർഷവും 3.5 വർഷവും 4 വർഷവും ഒക്കെ ജയിലിൽ കഴിഞ്ഞവർ തന്നെയാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ. അപ്പോൾ ഇത് ചൂണ്ടിക്കാട്ടി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇത്രയും കാലം ജയിലിൽ കിടന്നാണെന്ന് ചൂണ്ടിക്കാട്ടി അതിൽ ആനുകൂല്യം ഇളവ് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് പ്രതിഭാഗം. അവർക്ക് പറയാനുള്ളതും ഈ ഏതൊക്കെ വകുപ്പുകളിൽ എന്തൊക്കെ ശിക്ഷാവിധി എന്ന കാര്യം അവരോട് വിശദീകരിക്കും. പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കും. അപ്പോൾ അതിൽ ഒരു ശിക്ഷാവിധിയിലെ വാദം മുന്നോട്ടേക്ക് പോകും. സ്വാഭാവികമായും എടുക്കുന്ന കാലതാമസം ശിക്ഷാവിധി പ്രഖ്യാപനത്തിലേക്ക് ഉള്ള കാലതാമസമായി മാറുകയും ചെയ്യും. വിഷ്ണു, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.